ഒരു ഉപ്പിട്ട സോഡ അരങ്ങ, മധുരം ഉപ്പ് മിക്സ്, സോഡ അരങ്ങ. ആ അപ്പം നീ ചോദിച്ച ചോദ്യം മോനെ, നാട്ടില് നമുക്കൊരു പിടി മണ്ണ് വേണം. അതൊക്കെ ചുമ്മാ ഈ ഭയങ്കര യൂട്യൂബ് സോ കോൾഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ വെറുതെ പറയുന്നതാണ്. നാട്ടിൽ വീട് വെക്കുന്നവൻ മണ്ടനാണ്, അവിടെ വാടകയ്ക്ക് താമസിച്ചാൽ പോലെ. ഇതൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമോ? ഈ പറയുന്നവർക്ക് എല്ലാം സ്വന്തമായിട്ട് വീട് കാണും. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് നാട്ടിൽ സ്വന്തമായിട്ട് വീടുള്ള ആളാണ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ജനിച്ച മണ്ണിൽ നമുക്ക് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു പിടി മണ്ണ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ തെറ്റൊന്നുമില്ല. അതിനകത്തൊന്നും നമ്മൾ പൈസ ഫൈനാൻഷ്യലും നോക്കണ്ട. ഒരിക്കലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നും കടവും വാങ്ങിച്ച് ഹോം ലോണും എടുത്ത് ഒരു ആർഭാട വീട് കെട്ടിയിട്ട് പിന്നെ ആ വീടിന്റെ ലോൺ അടയ്ക്കാൻ കാലാകാലങ്ങളോടെ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞ. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ ഒരു പിടി മണ്ണ് നമുക്കുണ്ടെങ്കിൽ നാട്ടിൽ നല്ലത് തന്നെയാണ്. കാര്യം ഞാൻ എൻ്റെ മരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു 10-25 വർഷം നിന്ന് അതിനുശേഷം എൻ്റെ ഒരു ലാസ്റ്റ് സമയത്തൊക്കെ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഒരിക്കലും ദുബായോ കാര്യങ്ങളോ അല്ലെങ്കിൽ UAE ഒന്നും മോശമായതല്ല, എനിക്കതാണ് ആഗ്രഹം. ഇതെന്റെ പ്രൊസീഡിയർ ഉള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസയ്ക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. അത് ഇപ്പം നമ്മുടെ വാപ്പ കുഞ്ഞിലെ നമ്മളെ നോക്കി, അവർ വയസ്സാകുമ്പോൾ നമ്മൾ അവരെ നോക്കുന്നു, നമ്മൾ കുറെ ആൾക്കാരെ സഹായിക്കുന്നു, കുറെ ചാരിറ്റി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ഫൈനാൻഷ്യൽ ബേർഡനാണ്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാണെന്ന് ഉള്ള ആ ഒരു ഫീലിംഗില്ലേ, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഈ റെന്റിന് കൊടുക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ലാതെ ഒരു പിടി മണ്ണ് നമുക്ക് സ്വന്തമായിട്ടില്ലാതെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലായ്മയാണ്. അല്ലിക്ക, നമുക്ക് അതിന് മാത്രം റെന്റ് ഒന്നും കിട്ടില്ലല്ലോ നാട്ടില്. എടാ ഞാൻ അതല്ല ഇത് റെഡിയാ പുറത്തോട്ടിരിക്കാം. അപ്പൊ നീ ചോദിച്ചാൽ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. റെന്റും കാര്യങ്ങളും നീ ഇൻവെസ്റ്റ്മെന്റ് നാട്ടിൽ പോയി ചെയ്യാനല്ല ഞാൻ പറഞ്ഞ ഒരു ഇമോഷണലി നമ്മുടെ സ്വന്തം വീട്ടിൽ നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ, അല്ലാതെ പൈസ ഉണ്ടാക്കലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നാട് തന്നെയാണ് നല്ലത്. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഈ നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട് വേണ്ട, വാടക വീട്ടിൽ താമസിക്കാൻ ബുദ്ധി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നില്ലേ, അതിനെ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് ഈ പറയുന്ന ഒരടുത്തനും അങ്ങനെ അവന്മാർക്കെല്ലാം സ്വന്തമായിട്ടുള്ള വീട് കാണും. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ ചെയ്യുക. കാര്യം ഇവിടുത്തെ വാടക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ 10 ഇരട്ടിയാണ്. അവിടെ ഒരു 2 ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ 15,000 രൂപ മതി. അതായത് ഇവിടുത്തെ 500-600 ദിർഹം. ഇവിടെ നമുക്കൊരു 2 ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 2 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മളൊരു മാസം കൊടുക്കണം. അപ്പം ഒരു വീട് ഇവിടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്കത് മെച്ചമാണ്. അല്ലാതെ ഇമോഷണലി നാട്ടിലൊരു വീട് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഫൈനാൻഷ്യലി നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പരിഗണിക്കുന്നെങ്കിൽ UAE ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്റെ കോൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ.